സാർ, ഈ ബ്രിട്ടനിൽ പലസ്തീൻ അനുകൂലികൾ ധാരാളമുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ സർക്കാർ എന്തോ ഒരു നടപടിയുമായി മുന്നോട്ട് വരുന്നു സാർ നേരത്തെ സൂചിപ്പിച്ചു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ മുസ്ലിം ജനസംഖ്യ, അവിടുത്തെ രണ്ടാമത്തെ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ആണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് മുസ്ലിങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഹമാസിനെ അനുകൂലിക്കുന്നവർ, പലസ്തീനെ അനുകൂലിക്കുന്നവർ അവിടെ ധാരാളം ഉണ്ട്. ആ വികാരം ഈ കഴിഞ്ഞ ബ്രിട്ടീഷ് തെരഞ്ഞെടുപ്പിലുമൊക്കെ പ്രതിഫലിച്ചിരുന്നതാണ്. കാരണം കൺസർവേറ്റീവ് പാർട്ടി മറ്റേ സ്ഥാനാർത്ഥികൾ മറ്റേ പലയിടത്തും തോറ്റ് പൊളിഞ്ഞ് പാളിസായി പോയല്ലോ. അപ്പോൾ അവരുടെ പല കോട്ടകളിലുമൊക്കെ കൺസർവേറ്റീവ് പാർട്ടി തോൽക്കാനുള്ള കാരണം തന്നെ ഈ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങളൊക്കെ നല്ല വോട്ടുള്ള സ്ഥലങ്ങളിലുമൊക്കെ 5-6 മണ്ഡലങ്ങളിൽ ഇവർ നിർത്തിയ, അതായത് മുസ്ലിം സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവരനുകൂലിക്കുന്ന സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്. അപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഈ വാൻസ്, JD വാൻസ്, ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞല്ലോ, ലോകത്ത് അണുബോംബുള്ള പ്രധാനപ്പെട്ട ഇസ്ലാമിക ശക്തി ഭാവിയിൽ ബ്രിട്ടൻ ആയിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ യൂറോപ്പിൽ പൊതുവെ ഈ മുസ്ലിങ്ങളോട് ഒരു മുസ്ലിം വിരുദ്ധ വികാരം, ഈ ഹമാസിനെ അനുകൂലിക്കുന്നവരുടെ പ്രകടനം സഹിക്കവയ്യാതെ യൂറോപ്പിലുണ്ടായി. അങ്ങനെയാണ് യൂറോപ്യൻ പാർലമെന്റിൽ ഈ വലത് തീവ്ര ശക്തികൾ യൂറോപ്യൻ പാർലമെന്റിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. അവര് മുന്നേറ്റം ഫ്രാൻസിൽ ഉണ്ടാക്കും എന്ന് കരുതിയിരുന്നെങ്കിലും അപ്പോഴേക്കും പല ഇടതുപക്ഷ സംഘടനകളെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർന്നൊരു സഖ്യമായി അവര് മുന്നേറി. പക്ഷെ ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ല. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാജിവെച്ചു, ഫ്രാൻസിൽ ഇന്നലെ രാജിവെച്ചു. ഇടക്കാല സർക്കാരായിട്ട് തുടരും, പുതിയ ആളെ തിരഞ്ഞെടുക്കേണ്ടിയൊക്കെ വരും. അത് എന്നെ സംബന്ധിച്ച് ആശയക്കുഴപ്പങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് അവിടെ. അപ്പം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒന്നാമത് ഈ ബ്രിട്ടൻ ഈ പലസ്തീനിനെ സ്വതന്ത്ര രാജ്യമായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഭാഗികമായി അംഗീകരിക്കുകയും ഒരു പരമാധികാര രാഷ്ട്രമായിട്ട് ഭാഗികമായി പല രാഷ്ട്രങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ. അതിലൊന്നും ബ്രിട്ടനില്ല. പക്ഷേ ഈ മറ്റേ ഹമാസ് അനുകൂലികൾ, പലസ്തീൻ അനുകൂലികൾ പറയുന്നത് ഐക്യരാഷ്ട്രസഭയിൽ 193 രാജ്യങ്ങളുണ്ട്, അതിൽ 138 രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അതൊരു ന്യായമാവുന്നത് എങ്ങനെയാണ്? കാരണം ബ്രിട്ടൻ അംഗീകരിച്ചിട്ടില്ലല്ലോ. അപ്പം ബ്രിട്ടൻ്റെ താല്പര്യം എന്താണോ അതേ അവിടെ നടപ്പാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ടെററിസം ആക്ട് അവിടെ നിലവിലുണ്ട് ബ്രിട്ടനിൽ. അതിൽ 79 രാജ്യാന്തര ഭീകര ഗ്രൂപ്പുകളെ ടെററിസം ആക്ടിൻ്റെ പരിധിയിൽ പട്ടികയിൽ പേര് പറഞ്ഞിട്ടുണ്ട്. 79 ഗ്രൂപ്പുകളെ ഇത് ഭീകര ഗ്രൂപ്പുകളാണെന്ന് ബ്രിട്ടൻ പട്ടികയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഹമാസും ഹിസ്ബുള്ളയും. അപ്പോൾ ഒരു ഭീകര സംഘടനയായിട്ടാണ് അവിടെ ഹമാസിനെ കരുതുന്നത്. അത് നിയമപ്രകാരം തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു പറമ്പിലാണെങ്കിലും പരസ്യ സ്ഥലത്താണെങ്കിലും ഇതിൻ്റെ പതാക ഉയർത്തുന്നത്, പ്രദർശിപ്പിക്കുന്നത്, വീശുന്നത് ഒന്നും മര്യാദയല്ല ശരിക്കും നിയമപ്രകാരം. പക്ഷെ കഴിഞ്ഞ ഋഷി സുനാക്ക് ഭരിക്കുന്ന കാലത്ത് ഈ പതാക വീശല് ആൾക്കൂട്ടം തന്നെ. ഇപ്പോൾ ഒക്ടോബർ 28-ാം തീയതി കഴിഞ്ഞ കൊല്ലം, ഒക്ടോബർ 7-നാണ് മറ്റേ സംഭവം, ഇസ്രയേലിൽ ആക്രമണം നടത്തി 1200 വരെ കൊല്ലുന്നത് ഹമാസ്. അത് കഴിഞ്ഞ് ഒക്ടോബർ 28-ാം തീയതി 70,000 പേരുടെ പങ്കെടുത്ത പ്രക്ഷോഭം, മുസ്ലിങ്ങൾ പങ്കെടുത്ത, അല്ലാത്തവരും ഇടതുപക്ഷമൊക്കെ കാണുമായിരിക്കും, കമ്മ്യൂണിസ്റ്റുകൾ ഇതിൻ്റെ കൂടെയൊക്കെ നിൽക്കുമല്ലോ, എല്ലാ രാജകത്വത്തിൻ്റെ. 70,000 പേര് പങ്കെടുത്തതിൽ ഈ പതാക വീശൽ പലസ്തീൻ്റെ ഉണ്ടായിരുന്നു. 5 പേർക്കെതിരെ എന്നിട്ട് കേസെടുത്തുള്ളൂ. അത്രയും പേര് പങ്കെടുത്തിട്ട് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചാണ് അതിൻ്റെ അകത്ത്. പിന്നെ അവിടെ പലസ്തീനിയൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന സർവ്വ വിളക്കുകാലുകളിലും ഈ പലസ്തീൻ പോസ്റ്റർ
ഹമാസ് അനുകൂല പോസ്റ്ററുകൾ പതിച്ചിരുന്നു. കിഴക്കൻ ലണ്ടൻ, ഈസ്റ്റ് ലണ്ടനിൽ അങ്ങനെ ചെയ്തിരുന്നു. ബോ റോഡിൽ എല്ലാ വിളക്കുകാലിലും ഈ ഹമാസ് അനുകൂല പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. അവിടെ പ്രീമിയർ ലീഗ് നടന്നപ്പോൾ അതിൽ പതാക പാടില്ല. ആരും മറ്റേ ഈ പ്രേക്ഷകരുണ്ടല്ലോ, കാണികളൊന്നും പതാക വീശാൻ പാടില്ല എന്ന് നിയമം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കളി സ്കോട്ടിഷ് ക്ലബ്ബ് കെൽറ്റിക് കളിക്കുമ്പോൾ ഈ പതാക വീശൽ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഗാലറികളിൽ ഈ യുഎഫ അവർ ഈ സ്കോട്ടിഷ് ക്ലബ്ബ് കെൽറ്റിക്കിന് പിഴ വിധിച്ചു. ആണല്ലേ? ഗാലറിയിലാണ്, കളിക്കാരല്ല വീശിയെ, കാണിച്ചു ചെയ്യരുതെന്നും പറഞ്ഞിട്ടും ചെയ്തു. ചാമ്പ്യൻസ് ലീഗിലും ഈ ഹമാസ് പതാക വീശുന്നത് നിരോധിച്ചിരുന്നു. ഇത് ഹ്യൂമൻ റൈറ്റ്സ്, യൂറോപ്യൻ കൺവെൻഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞ ആ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് പല സംഘടനകളും ഇങ്ങനെ വേഷപ്രച്ഛന്നമായിട്ട് വരുമല്ലോ. എല്ലാവരും അവരൊക്കെ പതാക വീശുന്നത് സ്വാതന്ത്ര്യമാണ്, മനുഷ്യാവകാശമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആകെ 6.7 കോടിയാണ് ബ്രിട്ടൻ്റെ ജനസംഖ്യ. അതിൻ്റെ അകത്ത് 2021 സെൻസസ് അനുസരിച്ചിട്ട് 40 ലക്ഷം പേര് മുസ്ലിങ്ങളാണ്. ലണ്ടൻ നഗരത്തിൽ തന്നെ 15% പേരും സുന്നികളാണ് മുസ്ലിങ്ങളിൽ. രണ്ടാമത്തെ മതം. ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യയിലെ ആർമി പണ്ട് 2ാം ലോക യുദ്ധത്തിലും 1ാം ലോക യുദ്ധത്തിലും ഒക്കെ പോയി ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി ഫൈറ്റ് ചെയ്യുമല്ലോ, പലയിടത്തും പോയി. അതിൻ്റെ അകത്തൊക്കെ മുസ്ലിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പിന്നീട് ബ്രിട്ടനിലൊക്കെ സെറ്റിൽ ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. സൗത്ത് ഏഷ്യയിൽ നിന്നുള്ള മുസ്ലിങ്ങളാണ് കൂടുതലും ബ്രിട്ടനിൽ ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇന്ത്യയിലെ 2001-2009 കാലത്ത് മുസ്ലിം ഇതരരെക്കാൾ മുസ്ലിങ്ങളുടെ ജനസംഖ്യ 10 ഇരട്ടി വർദ്ധിച്ചു. 10 ഇരട്ടി, വലിയ വർധനമല്ലേ അത്? അപ്പോൾ ശരിക്കും മനഃപൂർവ്വമായൊരു ആസൂത്രണം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിൽ പല ആളുകളും അവിടെ കൺവെർട്ട് ചെയ്തിരുന്നു. ഇസ്ലാം എന്തോ മഹത്തായ ഇതാണ്, മതമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കൺവെർട്ട് ചെയ്ത, ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്ത ബ്രിട്ടീഷുകാരൻ മാർമഡ്യൂക്ക് പിക്ടാൾ, അദ്ദേഹമാണ് ആദ്യമായിട്ട് 1930 ഖുറാൻ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്തത്. യൂസഫ് അലിയുടെയും പിക്താളിൻ്റെയും ഈ പരിഭാഷകൾ ഖുറാൻ എൻ്റെ കയ്യിലുണ്ട്. പിക്താളിൻ്റെത് പ്രധാനപ്പെട്ട പരിഭാഷ, ആദ്യത്തേത് എന്ന് പറഞ്ഞിട്ട് അതിനൊരു വാല്യൂ ഉണ്ട്. ആളുകൾ സംസാരിക്കുമ്പോഴൊക്കെ അത് കോട്ട് ചെയ്യാറും ഒക്കെ ഉണ്ട് ഈ പിക്താളിൻ്റെത്. അപ്പം അങ്ങനെ ഒക്കെയാണ് ഇതിൻ്റെ ഇസ്ലാമിൻ്റെ പശ്ചാത്തലം ബ്രിട്ടനിൽ. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന സർക്കാർ അവർ സത്യത്തിൽ ഈ ഹമാസിനെ അനുകൂലിക്കുന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഈ ലേബർ കക്ഷി, കാരണം ഇടത് ആഭിമുഖ്യമുള്ള ഉള്ളതുകൊണ്ട്. പക്ഷേ ഇപ്പോൾ സ്റ്റാമർ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജൂതയാണ്, കുട്ടികൾ ജൂത പാരമ്പര്യത്തിലാണ് വളരുന്നത്. ഭാര്യ വിക്ടോറിയ ജൂതയാണ്, ഒരു പോളിഷ് ജൂതൻ്റെ മകളാണ്. ഇവർ പഠിക്കുന്ന കാലത്ത് കണ്ടുമുട്ടി വിവാഹം ചെയ്തതാണ്. അപ്പോൾ കുടുംബം തന്നെ ജൂത പാരമ്പര്യത്തിലും 2 മക്കളും ജീവിച്ചോട്ടെ എന്ന് അദ്ദേഹം കരുതിയത്. സിനഗോഗിൽ പോകാറുണ്ട്, അദ്ദേഹം ശാബത്ത് അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ജൂത കുടുംബത്തിൽ നിന്നുള്ള ഒരാളാണ് ഇപ്പോൾ അവിടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇനിയിപ്പോൾ അവിടെ ഈ ഹമാസ് പ്രക്ഷോഭങ്ങൾ അതിനെയൊക്കെ ശക്തമായിട്ട് നേരിടും. ഇതൊക്കെ സ്വതന്ത്രമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ഇത്രയും കാലം. ഹമാസ് പാലസ്തീൻ അനുകൂല പോസ്റ്ററുകൾ പതിക്കുക, പതാകകൾ വീശുക, ഭയങ്കര സ്വാതന്ത്ര്യം പോലെ ആയിരുന്നു ഉപയോഗപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അവിടെ ഇതിന് അംഗീകാരമില്ല പലസ്തീനിന്. ഹമാസും ഹിസ്ബുള്ളയും അവരുടെ ഭീകര പട്ടികയിൽ ഉണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങളും വെച്ചിട്ട് ഇത് കർശനമായിട്ട് നേരിടും എന്നാണ് സൂചനകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.